നല്ല കാര്യം എടുത്ത് ചെയ്തത്. ഇനി അവര് വാ തുറക്കില്ല. അവർക്കതിന്റെ ആവശ്യം തന്നെയാ. ഒരു വിവരമില്ലാതെ വായി തോന്നിയൊക്കെ വിളിച്ച് പറഞ്ഞോണ്ടിരിക്കും. അബി എവിടെ വസു? കടം വാങ്ങാൻ വേണ്ടി പുറത്തു പോയിരിക്കാ ചേച്ചി. ഞാനും കൂടി അറിയാവുന്നവരോടൊക്കെ പോയി ചോദിച്ചിട്ട് വരാം ചേച്ചി. ഞാൻ എവിടേക്ക് ഓടിപ്പോനൊന്നും പോകുന്നില്ലല്ലോ. എടാ അബരാമേ, നീ പറ്റിക്കുമെന്നും കാശ് തിരികെ തരില്ലെന്നും അല്ല ഞാൻ പറഞ്ഞത്. നിന്നെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അറിയാവുന്ന ആളല്ലേ? നീയും കൂടെ തന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? ഇതുവരെയുള്ള നിന്റെ കടം തീർക്കാൻ നീ നിന്റെ കിഡ്നി തന്നെ വിറ്റു. പിന്നെ ഈ കടം തീർക്കാൻ നീ എന്ത് ചെയ്യും? പ്രാക്ടിക്കലായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. എല്ലാ പ്രശ്നങ്ങളും കാശ് കാരണം ഉണ്ടാവുന്നത്. നിനക്കും എനിക്ക് തമ്മിലൊരു പ്രശ്നം ഉണ്ടാവുന്നതിൽ എനിക്ക് താല്പര്യമില്ല. നിന്റെ പ്രശ്നങ്ങളിലേക്ക് എന്നെ വലിച്ചഴിക്കരുത്. അത്രയും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് സാർ. നിങ്ങളുടെ കാശ് നഷ്ടപ്പെടില്ല. ഞങ്ങൾക്ക് ആ വീട് നഷ്ടപ്പെടരുത്. ഒന്ന് ആലോചിച്ച് നോക്ക് സാർ. ഞാൻ എല്ലാം ആലോചിച്ചിട്ടാ പറയുന്നേ. പണം തരാൻ എനിക്ക് കഴിയില്ല. പിന്നീട് എനിക്കത് പ്രശ്നമാകും. സോറി. ചെറിയ ഞാൻ കാല് പിടിക്കാം. അഭിറാം എഴുന്നേക്ക്. എന്താ ഇത്? നീ എന്തിനാ എന്റെ കാലിൽ വീഴുന്നത്? മുതിർന്ന ആളല്ലേ, ഞങ്ങളുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്കുക. ആരുടെ മുമ്പിലും തലകുനിക്കാത്ത നീ എന്റെ കാലിൽ വീഴണമെങ്കിൽ നീ ഏത് അവസ്ഥയിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ സിറ്റുവേഷനും മോശമാണ്, അത് നീ മനസ്സിലാക്കണം. വീട് നഷ്ടപ്പെടാതിരിക്കാൻ സുമിത്ര മാഡത്തിനോട് കടം ചോദിച്ചേ മതിയാവൂ. നമ്മൾ എങ്ങോട്ടും പോകേണ്ട ഒരു ആവശ്യവും ഇല്ല. ഈ വീട് ഞങ്ങളുടേതാണ്. എന്നെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളെപ്പറ്റി നന്നായിട്ട് അറിയാം. രജിസ്റ്റർ ഓഫീസില് നിങ്ങളുടെ കള്ളക്കഥകളെല്ലാം പൊളിഞ്ഞിട്ടുണ്ട്. അന്ന് നമ്മുടെ വീട് നീയാണ് രക്ഷിച്ചത് വസുന്ധര. എന്നാൽ എന്നെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. വീട് കൈവിട്ടു പോകുന്നോർത്ത് പേടിയാവുന്നു. നമ്മളെ ആര് സഹായിക്കുമെന്ന് എനിക്ക് ഒരു നിശ്ചയമില്ല. നമസ്കാരം മാഡം. സുമിത്ര ദേവി മാഡം വീട്ടിലുണ്ടോ? ഒന്ന് കാണണമായിരുന്നു. സുമിത്ര മാഡം വീട്ടിലില്ലല്ലോ. ഇന്നലെ രാത്രി തന്നെ സുമിത്ര മാഡം, ആനന്ദ് സാറ്, വൈഷ്ണവി മാഡം എല്ലാരും കൂടി ഗുരുവായൂർ പോയിരിക്കുക. ഗുരുവായൂരിലോ? എപ്പോ പോയി? എപ്പോഴാ അവര് വരിക? അറിയില്ല മാഡം. ഈശ്വര, അവസാന വഴിയായി കണ്ട സുമിത്ര മാഡം പോലും ഇപ്പൊ അടുത്തില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? മാഡത്തിനോട് സംസാരിക്കാനാണെങ്കിൽ ഫോൺ ചെയ്താൽ മതിയല്ലോ. അമ്പലത്തിനുള്ളിൽ അല്ലെങ്കിൽ ഫോൺ എടുക്കും. മാഡത്തിന്റെ ഫോൺ നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നത്. എന്ത് ചെയ്യും? പാവം, കാശിന് വേണ്ടി ഏട്ടൻ ഇപ്പൊ ഒരുപാട് അലയുന്നുണ്ടാവും.
ശരി. ആ ശരി മാഡം. കടം വാങ്ങാൻ പോയ അഭിയും വസുവും ഇനിയും തിരിച്ചു വന്നില്ലല്ലോ. അവര് ഇനി വരുമോ അതോ ഇല്ലേ? കടം കിട്ടുകയാണെങ്കിൽ അവര് വരും, കിട്ടിയില്ലെങ്കിൽ അതോടെ കഴിഞ്ഞു എന്നർത്ഥം. വസു ഇളയമ്മയുടെ കരണത്തടിച്ചിട്ടും നിങ്ങൾക്ക് ഇതൊരു തിരിച്ചറിവുണ്ടായില്ലേ? നായുടെ വാല് നിവർത്താൻ കഴിയില്ലല്ലോ, അതുപോലെ തന്നെ ഇവരുടെ ബുദ്ധിയും ഭാവനെ. നിങ്ങളെപ്പോലുള്ള ഒരു കരണത്തല്ല അടിക്കേണ്ടത്, മൊത്തത്തിൽ ഇങ്ങ് കൊന്നേക്കണം. ഇവരെ കൊല്ലുന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ, കുറച്ചു സമയത്തിനുള്ളിലേ കടം തിരിച്ചു ചോദിക്കാൻ ബാങ്കുകാര് വരും. അപ്പൊ എന്താ ചെയ്യാൻ പോകുന്നേ? എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ വേണ്ടേ മമ്മി? എം ടി കൈയും വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം നീ കാരണം അടി. ഞങ്ങളെ കുഴി ചാടിച്ചിട്ട് നിന്ന് ന്യായം പറയുന്നോ? നിന്നോണ്ടല്ലോ. നിൽക്കയിൽ. നീ ഒന്ന് സമാധാനിക്കേ, അവിടെ ഇരിക്കേ, അതവിടെ വയ്ക്കേ. ഇനി നിങ്ങൾ സമാധാനായിട്ടിരുന്നേ പറ്റൂ. നിങ്ങൾക്ക് കടം വീട്ടാൻ പറ്റില്ല. ലേലത്തില് നിങ്ങൾക്ക് വീട് നഷ്ടപ്പെടും. ജീവിതകാലം മുഴുവനും ഈ വാടക വീട്ടിൽ തന്നെ കഴിയണം. എന്റെ ബേബി ഇവിടെ നിൽക്കില്ല. ഓൾറെഡി ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ബാങ്കുകാരി വന്നിട്ട് പോയാൽ ഉടനെ ഞങ്ങളും അങ്ങ് പോവും. എന്തിനാ അതുവരെ വെയിറ്റ് ചെയ്യുന്നേ? ഇപ്പൊ തന്നെ പോ ഇവിടുന്ന്. ആരും തടയാൻ വരില്ല. നിർത്തു വക്കീൽ, എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? കാർത്തിക് എവിടെ വിട്ട് പോകുമ്പോഴേ അവളുടെ വില എന്താണെന്ന് നിനക്ക് മനസ്സിലാകൂ. പോയി നോക്കട്ടെ, അപ്പോഴേ അറിയൂ എന്റെ വിലയും എന്താണെന്ന്. അഖിൽ, ഒന്ന് അടങ്ങിയിരിക്കാൻ പറഞ്ഞല്ലേ. അഭിയും വസു ഇല്ലാത്ത സമയത്ത് വഴക്കൊന്നും വേണ്ട. നിങ്ങൾ എത്തിയോ? വരൂ വരൂ. പണം റെഡിയാക്കിയോ? 1 കോടി രൂപ തയ്യാറാക്കിയിട്ടുണ്ട് സാർ. നിങ്ങൾക്ക് അതിന് എത്രയാ തരേണ്ടത്? ഒരു 25 ലക്ഷം രൂപയല്ലേ ഉള്ളൂ. ഈ ഇടത്തെ കൈ കൊണ്ട് അതങ്ങ് എടുത്തു തരും. വാങ്ങിക്കൊണ്ട് പൊക്കോളാം. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ട് ആന്റി. സോറി സാർ, അവരെന്തോ അറിയാതെ പറയുന്നതാണ്. പണം അറേഞ്ച് ചെയ്യാൻ വേണ്ടി എന്റെ ഏട്ടനും എടുത്തും പുറത്തേക്ക് പോയിരിക്കോ. ഇപ്പൊ എത്തും. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം സാർ. വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് തന്ന സമയം കഴിഞ്ഞു പോയി. ലേലത്തിന് പങ്കെടുക്കാനായിട്ട് ആൾക്കാരും എത്തിക്കഴിഞ്ഞു. 5-10 മിനിറ്റിനുള്ളിലെ ലേലം തുടങ്ങാൻ പോവുകയാണ്. സാർ 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 ഏട്ടാ, അഭി ഒന്ന് ഫോൺ ചെയ്യേ. സോറി ഏട്ടാ, ഫോൺ എടുത്ത് പറയാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല ഞാനിപ്പോ. ഐ എം വെരി സോറി. അഭി ഫോൺ എടുക്കുന്നേ ഇല്ല. അവനെങ്ങനെ ഫോൺ എടുക്കാനാ? ഫോൺ എടുക്കണമെങ്കിലേ കൈ കാശ് വേണ്ടേ? ബസ് അടുത്തേക്ക് ഫോൺ ചെയ്യേട്ടാ. ചെയ്തോ. ആ കോടീശ്വരി ഇപ്പൊ കോടിക്കണക്കിന് കാശ് വാരി എറിയും.
സാർ സാർ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാൻ കഴിയുമോ? എൻ്റെ അനിയനും അവൻ്റെ വൈഫും വരുന്നുണ്ട്. എന്തോ കുബേരനും ധനലക്ഷ്മിയും വരാൻ പോകുന്നത് പോലെയല്ലേ ഇത്രയും ബിൽഡപ്പ് കൊടുക്കുന്നത്. പ്ലീസ് സാർ, അവര് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം സാർ. സോറി, ഇപ്പൊ തന്നെ ലേറ്റായി. നിങ്ങൾക്ക് തന്ന സമയം കഴിഞ്ഞു പോയി. ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യോ സർ? സോറി, ഒരുപാട് ലേറ്റായി. അവര് പിച്ചെടുക്കുന്നത് കണ്ടില്ലേ? ഇതിനേക്കാൾ ഭേദം റോട്ടിലെ പിച്ചക്കാരാ. ഹീറോയിൻ ഞങ്ങൾ വെറുതെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യട്ടെ. ലേലം ആരംഭിക്കാൻ പോവാ. ബാങ്ക് നിശ്ചയിക്കുന്ന തുക 25 ലക്ഷം. 25,50,000. 25,75,000. 26 ലക്ഷം. 26,50,000. 26,75,000. 67 ലക്ഷം. ഏട്ടനിത് എവിടെയാ? ഇവിടെ ഏട്ടന് ഒരുപാട് ഇഷ്ടമുള്ള വീട് ലേലം വിളിച്ചോണ്ടിരിക്കുക. സോറി അച്ഛാ. $90 ലക്ഷം. $1 കോടി 1 തരം. $1 കോടി 2 തരം. $1 കോടി 3 തരം.
പണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ലേലം വഴി നിർത്തിയേക്ക്. അതായത് പിടിക്കട്ടോ. ഇതാ സാർ ചെക്ക്. മുതലും പലിശ എല്ലാം ചേർത്ത് തിരിച്ചു തന്നിട്ടുണ്ട്. താങ്ക്സ് അബ്രഹാം. ഐ ആം വെരി സോറി. ലേലം ഞങ്ങൾ ഇതോടെ നിർത്തിവെക്കുകയാണ്. ഇവരെടുത്ത പണം തിരിച്ചടച്ചു കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും പിരിഞ്ഞു പോകും. ഒരുപാട് താങ്ക്സ് അബി. സോറി ഏട്ടാ, ഒരുപാട് കഷ്ടപ്പെടുത്തിയാന്. വീട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരുപാട് പേടിച്ചു അബി. നമ്മുടെ വീട് ഒരിക്കലും നഷ്ടപ്പെടില്ല ഏട്ടത്തി. പിന്നെ നിങ്ങൾ എല്ലാവർക്കും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. സീസ് ചെയ്ത നമ്മുടെ ഫാക്ടറി എല്ലാം നമുക്ക് തിരിച്ചു കിട്ടി കഴിഞ്ഞു. എന്താ ഈ പറയുന്ന അബി? സത്യമാണോ അബി? നമ്മുടെ സ്വത്ത് മുഴുവൻ നമുക്ക് തിരിച്ചു കിട്ടി കഴിഞ്ഞു ഏട്ടാ. അപ്പോ ആ MLA കേസ് വിഡ്രോ ചെയ്തു ഏട്ടാ? എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് വസുന്ധര. ഏട്ടനോ അഖിലിനോ ഇനി ഒരു കേസും ഇല്ല. നമ്മുടെ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് തിരിച്ചു കിട്ടി കഴിഞ്ഞു. അതുകൊണ്ടല്ലേ എനിക്ക് കടം തിരിച്ചടയ്ക്കാൻ പറ്റിയ. സ്വത്ത് മുഴുവൻ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞാ ഇവരുടെ ദാരിദ്ര്യമൊക്കെ തീർന്നു എന്നല്ലേ അർത്ഥം? വീണ്ടും ഇവര് കോടീശ്വരന്മാരായോ? അതെ സിസ്റ്റർ, ഈ വാടക വീട് വിട്ട് നമുക്ക് ആ ബംഗ്ലാവിലേക്ക് പോകാം. ലേലത്തില് വീട് പോകുമെന്ന് വിചാരിച്ച് നമ്മള് ബാഗെല്ലാം എടുത്തു വെച്ചു മമ്മി. ഇനി എന്ത് ചെയ്യും? ഇതൊക്കെ ഒരു ജീവിതമാണോ? എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്? എല്ലാത്തിനും നിനക്ക് ധൃതിയാണ്. ഒന്ന് ക്ഷമയോടെ ഇരുന്നിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നേനെ. വാ ഉണ്ടെന്ന് വെച്ച് തോന്നിയതുപോലെ സംസാരിക്കുന്നോ? ഇപ്പൊ എന്താ നടന്നെന്ന് കണ്ടില്ലേ? ഇങ്ങോട്ട് നോക്ക്, നീ വെറും വേസ്റ്റാ. വേസ്റ്റ് വേസ്റ്റ് വേസ്റ്റ്. എന്താ ബേബി, നീ നിന്നെ തന്നെ വഴക്ക് പറഞ്ഞോണ്ടിരിക്കുന്നേ? പഴിക്കല്ല മമ്മി, ഞാൻ എന്റെ ചെകിടത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ, അതിന് മാത്രം നീ എന്ത് തെറ്റാ ചെയ്തത്? ഒന്നോ രണ്ടോ ആണോ? തെറ്റിന്റെ മേൽ തെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നീ ഒരു തെറ്റും ചെയ്തില്ല. നാളെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവല്ലേ? എങ്ങോട്ട് പോവാനാ? ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. എന്തടി വരുന്നില്ലെന്ന് പറയുന്നേ? നമ്മള് ലഗേജ് ഒക്കെ പാക്ക് ചെയ്തല്ലേ? അതെല്ലാം ഞാൻ തിരിച്ച് ഷെൽഫിൽ വെച്ചു. അപ്പോ നീ എന്റെ കൂടെ വരുന്നില്ലെന്നാണോ? നിങ്ങളുടെ കൂടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അഖിലിന് നിന്റെ വില മനസ്സിലാക്കി കൊടുക്കണമെന്ന് വിചാരിച്ചില്ലേ ബേബി? ഇപ്പൊ സിറ്റുവേഷൻ ഒക്കെ മാറി കഴിഞ്ഞില്ലേ മമ്മി? അതെ അതെ, ലേലത്തിന് വീട് നഷ്ടപ്പെടുന്ന കരുതിയെ. പ്രതീക്ഷിക്കാത്ത വിധം സ്വത്ത് മൊത്തം നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുക. സ്വത്ത് കിട്ടിയെന്ന് വെച്ച് ഈ വീട്ടിൽ തന്നെ നിക്കണമെന്നാണോ? അതെന്ത് തലയിലെടുത്താ? മമ്മി എന്താ ഈ പറഞ്ഞോണ്ടിരിക്കുന്നേ? ദാരിദ്ര്യം ഉള്ളപ്പോഴാണ് ഇവിടെ കഴിഞ്ഞത്. സ്വത്ത് വന്നപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ എന്നെ പോലെ മരമണ്ടി വേറെ ഉണ്ടാവില്ല. അപ്പോ നീ ഇവിടെ തന്നെ നിൽക്കാൻ പോവാണോ? അഖിലിന്റെ വഴക്കം കേട്ട് ജീവിക്കാൻ പോവാ? ഭർത്താവ് പിന്നെ ഇങ്ങനെയൊക്കെ വഴക്ക് പറയുമല്ലോ. ഡാഡി മമ്മിയെ വഴക്ക് പറഞ്ഞിട്ടില്ലേ? ഭർത്താവ് വഴക്ക് പറഞ്ഞാ ഭാര്യ അതൊക്കെ സഹിക്കണം.
കുടുംബമെന്ന് വെച്ചാ അങ്ങനെയൊക്കെ അല്ലേ? എടി മഹാബാബി, വാക്ക് മാറ്റുന്നതിന് നിന്നെ കഴിഞ്ഞല്ലോ മറ്റാരും. ഞാൻ സംസാരം മാറ്റിയതൊന്നുമല്ല, മനസ്സ് മാറ്റി അത്രേ ഉള്ളൂ. അങ്ങനെ അല്ല ബേബി, അഖിലും കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ? നീ ഇപ്പൊ എന്റെ കൂടെ വന്നാ 2 ദിവസം കഴിഞ്ഞ് അവൻ തന്നെ നിന്നെ തിരക്കി വരും. അങ്ങനെയൊന്നും വരില്ല സിസ്റ്റർ, അവൻ വേറെ കല്യാണം കഴിക്കും. അങ്ങനെ അങ്ങ് വിടാൻ പറ്റോ? നിങ്ങളല്ലേ അഖിലിനെ വേണ്ടാന്നുള്ള രീതി സംസാരിച്ചേ. അഖിലില്ലെന്ന് വെച്ച് നിനക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ലേ ബേബി? നിനക്ക് മാനേജർ പോസ്റ്റ് ഉള്ളതല്ലേ? സ്വത്ത് മുഴുവനും തിരിച്ചു കിട്ടിയ ശേഷവും ഞാൻ ഓഫീസിൽ ജോലി ചെയ്യണമെന്നാണോ? നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഇതുവരെ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാ ജോലിക്ക് പോയത്. ഇനി പോവേണ്ട ആവശ്യം എന്താ? എന്ന് വെച്ചാ ഇപ്പൊ നീ എന്റെ കൂടെ വരുന്നില്ലെന്നാണോ? വരില്ല, അഖിലിന്റെ കൂടെ ഉണ്ടാവും. അത് പോട്ടെ കാർത്തികേ, നീയും നിന്റെ അമ്മയും വലിയ രീതിയിൽ വഴക്കുണ്ടാക്കിയില്ലായിരുന്നോ? അഖില് നിന്നെ ഇവിടെ നിർത്തുന്നു തോന്നുന്നുണ്ടോ? യെസ് ബേബി, അഖിൽ ഉറപ്പായിട്ട് നിന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടും. കഴുത്തിന് പിടിച്ച് നിന്നെ പുറത്താക്കും. അങ്ങനെ അപമാനിതയായി പുറത്തു പോകുന്നതിനെക്കാട്ടിയും എന്റെ കൂടെ വരുന്നതല്ലേ നിനക്ക് നല്ലത്? ഞാൻ പറയുന്നത് കേക്ക് ബേബി. അഖിൽ എന്നെ ഇറക്കി വിട്ടാലും ഞാൻ വരുന്നില്ല. അടിച്ചിറക്കിയാ നീ എന്ത് ചെയ്യടി? പോകില്ലാന്ന് പറഞ്ഞ വാതില് തൂങ്ങിക്കിടക്കുവോ? ആ, അഖിലിന്റെ കാല് പിടിക്കും, ഞാൻ സോറിയും പറയും. ആ, നീ കാല് പിടിച്ചാ അവൻ ഉരുകി പോകുന്നു വിചാരിച്ചോ? നീ ഇവിടെ എന്തൊക്കെ പുകില ഉണ്ടാക്കിയെന്ന് ഒന്ന് ആലോചിച്ച് നോക്കടി. ചന്ദ്രശേഖരൻ സാർ ഫോൺ ചെയ്ത് റെസ്റ്റോറന്റിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പോയി. വെറുതെ ഗിഫ്റ്റ് തന്നപ്പോ ഞാൻ അത് വാങ്ങിച്ചു. അതിലെന്താ തെറ്റ്? ഞാൻ കള്ളം മാത്രോട് പറഞ്ഞത്, നിന്നെ വഞ്ചിച്ചിട്ടില്ല. തെറ്റ് ഞാനല്ല ചെയ്തത്, നീയാ. നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി എന്നെ അന്യ ഒരാളായി കണ്ടു. ഞാൻ വലിയ പ്രശ്നങ്ങളാ ഉണ്ടാക്കിയിരിക്കുന്നത് ആന്റി. അഖിൽ എനിക്ക് മാപ്പ് തരുമോ എന്തോ? അതുകൊണ്ടാ എന്റെ കൂടെ വരാൻ പറഞ്ഞത്. നിങ്ങളുടെ കൂടെ വന്നാ എനിക്ക് ഒരിക്കലും മാപ്പ് കിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ ക്ഷമിക്കത്തൊന്നുമില്ല, നല്ല തല്ല് കിട്ടും. ചെരുപ്പ് കൊണ്ട് അടിച്ചാലും ഞാൻ സഹിക്കും. എടി മഹാഭാവി, സ്വത്തിനു വേണ്ടി നീ ഇത്രയൊക്കെ തരം താഴോ? സ്വത്തിന് വേണ്ടിയല്ല, അഖിലിന് വേണ്ടി. നിർത്തടി നിന്റെ നാടകം. നിന്നേക്കാൾ ഓന്തുകളാ ഭേദം. ഓക്കെ ബേബി, ഇന്ന് തന്നെ നീ അഖിലിനോട് സോറി പറയേ. ക്ഷമിച്ചാലോ ഓക്കെ, അല്ലെങ്കിൽ നാളെ തന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇതാണ് ഫൈനൽ. ഇന്നലെ ഇതേ സമയം നമ്മൾ പണത്തിന് വേണ്ടി എന്ത് ടെൻഷൻ അടിച്ചു. ഇന്ന് കടവും തീർന്ന് സ്വത്തും തിരിച്ചു കിട്ടി. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു വസു. അതെ ചേച്ചി, ആ ദൈവം കാരണം നമ്മൾ രക്ഷപ്പെട്ടത്. ദൈവം എങ്ങനെയൊക്കെ അനുഗ്രഹിച്ചാലും ഈ കുടുംബത്തിന് വേണ്ടി നീയും അബിയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് കഴിയാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചു. നിങ്ങളുടെ ധൈര്യം, സഹനശക്തി, ക്ഷമ, അത് വീണ്ടും നമുക്ക് നല്ല കാലം കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ചേച്ചി, എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടു. നമ്മളെല്ലാവരും ഒരുമിച്ച് വിഷമങ്ങൾ പങ്കിട്ടു. അതുകൊണ്ടാ ദൈവം നമ്മളെ അനുഗ്രഹിച്ചത്. വസുന്ധര, ഗുഡ് ന്യൂസ്. ഭാവനെ, നിനക്കൊരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ. നാളെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവാം. നാളെ ഗൃഹപ്രവേശനത്തിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടാ വരുന്നേ. പ്രത്യേക പൂജകളെല്ലാം ഉണ്ടാവും കേട്ടോ നാളെ. എന്താ അഭിയേട്ടാ പറയുന്നേ? നാളെ നമ്മള് സ്വന്തം വീട്ടിലേക്ക് പോവുമെന്നോ? നീ വരണ്ട.